അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ 29-ാം രാവ് മഗ്‌രിബ് ബാങ്കോടെ കയറി വരാൻ പോവുകയാണ്. ഈ പരിശുദ്ധമായ രാവിൽ ഒരു അത്ഭുത രഹസ്യം നടക്കുന്നത് ഉലമാ പറയുന്നുണ്ട്. കാരണം ഇക്കൊല്ലത്തെ റമളാൻ തുടങ്ങിയത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച റമളാൻ തുടങ്ങിയാൽ 29-ാം രാവിന് വലിയൊരു അത്ഭുത രഹസ്യം ഫലം കിടക്കുന്നുണ്ട് എന്ന് ഉലമാ പറയുന്നുണ്ട്. 3000 ദിവസത്തെ ഇബാദത്തിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ഒറ്റ രാത്രിക്ക് നൽകാൻ പോവുകയാണ്. മാത്രമല്ല, ഇന്ന് പ്രിയപ്പെട്ടവരെ 1000 ഹജ്ജിൻ്റെ കൂലി ചില മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കും. 1000 ഹജ്ജിൻ്റെ, ചുമ്മാ ഹജ്ജിൻ്റെ കൂലിയല്ല, ഹദീസിൽ കാണാം മഖ്ബൂലായ 1000 ഹജ്ജിൻ്റെ കൂലി. എൻ്റെ റബ്ബേ, എത്ര സന്തോഷമാണ് മുഅ്മിനീങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിന് ചെയ്യേണ്ട അമലെന്താ അറിയണ്ടേ നമുക്ക്? മാത്രമല്ല, ഇന്ന് പരിശുദ്ധമായ റമളാനിന് സലാം പറഞ്ഞ് യാത്രയാക്കുന്നതിന് ഉലമാ പറയുന്നുണ്ട്. ഒരു പ്രത്യേകമായ സ്ഥലത്തിരുന്ന് ഒരു പ്രത്യേകമായ രീതിയിൽ സലാം പറഞ്ഞാൽ തീർച്ചയായിട്ടും മഗ്ഫിറത്തും കിട്ടും, റമളാൻ മുഴുവൻ കബൂലാവും. ഭയങ്കര സൗഭാഗ്യമാണ്. എങ്ങനെയാണ് സലാം പറയേണ്ടത്, എവിടെ വെച്ചാൽ പറയേണ്ടത്, ആരാ പറയേണ്ടത് അറിയണ്ടേ നമുക്ക്? അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇന്ന് റമളാനിൻ്റെ അവസാനത്തെ രാവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് തൗബ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തൗബ ചെയ്താൽ ഉറപ്പായും ഒറ്റ വാക്കുകൊണ്ട് നമ്മുടെ വൻപാപങ്ങളൊക്കെ കരിഞ്ഞു പോകും. പെർഫെക്റ്റ് തൗബയാകും. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയണ്ടേ? അതുമാത്രമല്ല, നാളെ ഞായറാഴ്ച അസ്തമാനത്തോടെ പിറ കണ്ടാൽ പ്രിയപ്പെട്ടവരെ ശവ്വാൽ 1, അതായത് ചെറിയ പെരുന്നാളിൻ്റെ ആദ്യ രാവ് കയറി വരികയാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകൾ എല്ലാം നമുക്ക് കൃത്യമായിട്ട് സംസാരിക്കണം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫضل കൊണ്ട് പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് പരിശുദ്ധമായ റയ്യാൻ കവാടത്തിലൂടെ ഹിസാബില്ലാതെ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്നവരിൽ നമ്മയും നമ്മുടെ മുഹബ്ബീങ്ങളെയും നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരെയും എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു ചേർത്തി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം അല്ലാഹു നീക്കിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ ഖബർ സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. അവസാനം കലിമ ഉറക്കെ പറഞ്ഞു മരിക്കുന്നവരിൽ നമ്മെ അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും മൂല്യമുള്ളൊരു സമയത്തിലേക്ക് നമ്മൾ ചേരുകയാണ്. ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ 29-ാം രാവാണ്. അതായത് പരിശുദ്ധ റമളാനിൽ ഒരു പക്ഷേ ഇക്കൊല്ലത്തെ നമ്മുടെ ആയുസ്സിലെ റമളാനിൻ്റെ ലാസ്റ്റ് പരിശുദ്ധമായ ഒരു രാവാകാൻ സാധ്യതയുണ്ട്. കാരണം പരിശുദ്ധ റമളാനിൻ്റെ 29-ാം രാവ് നാളെ നോമ്പ് 29 പൂർത്തിയാകുകയാണ്. നാളത്തെ പിറ കണ്ടാൽ, നാളത്തെ നോമ്പ് തുറക്കലോടെ പിറ കണ്ടാൽ, ഞായറാഴ്ച അസ്തമാനത്തോടെ പിറ കണ്ടാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പെരുന്നാളിൻ്റെ ശവ്വാലിൻ്റെ ആദ്യ രാവ് കയറി വരികയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ രാവ് കയറി വരും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ രാവെന്ന് പറയുന്നത് ഒരു പക്ഷേ റമളാനിലെ ലാസ്റ്റ് രാവാകാൻ സാധ്യത നിലനിൽക്കുമ്പോൾ വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഒരുപാട് മൂല്യങ്ങളുണ്ട് ഇന്നത്തെ രാവിൽ. സാധാരണ നമ്മൾ 27-ാം രാവിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തു, നമ്മൾ ഒരുപാട് ദിക്റുകൾ, തൗബകൾ എല്ലാം നടത്തി, മജ്‌ലിസിൽ പങ്കെടുത്തു, ക്ലാസ് കേട്ടു, അന്ന് രാവിൽ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ്. ആ ഒരു 27-ാം രാവിൻ്റെ അമലിൻ്റെ ചൈതന്യം, അമലിൻ്റെ സൂക്ഷ്മത, കർമ്മങ്ങളൊക്കെ ചെയ്തു അവസാനിച്ചു. ഇനി കർമ്മങ്ങളുമായി ഒന്ന് റിവേഴ്സ് അടിക്കുന്നൊരവസ്ഥ പലർക്കുമുണ്ട്. അത് ഭീമമായ അബദ്ധമാണ്. അത് തിരുത്താനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വന്നത്. ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇന്നത്തെ രാവ് 29-ാം രാവ് റമളാനിൻ്റെ, ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ 27-നേക്കാൾ പരിഗണിക്കണം എന്ന് നല്ല ഗഡ്സുള്ള ഉലമാക്കൾ അടയാളപ്പെടുത്തി പറഞ്ഞു തന്നിട്ടുള്ള രാവാണ് 29-ാം രാവ്. എന്താ കാരണങ്ങൾ പറയുന്നത്? ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് തങ്ങളെ പോലുള്ള യോഗ്യരായ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. റമളാനിൻ്റെ തുടക്കം നോക്കിയിട്ട് ലൈലത്തുൽ ഖദർ നമുക്ക് തീരുമാനിക്കാൻ പറ്റും, അറിയാൻ പറ്റുമെന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പരിശുദ്ധമായ റമളാൻ തുടങ്ങിയത് ഞായറാഴ്ചയാണ്, യൗമുൽ അഹദ്. ഞായറാഴ്ച നോമ്പ് തുടങ്ങിയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ 29-ാം രാവിലാണ് അടയാളപ്പെടുത്തുന്നത് എന്നാണ് ഉലമാ പറയുന്നത്. കൃത്യമാണ്. നമ്മുടെ നോമ്പ് തുടങ്ങിയ പലരും ബേജാറിലാണ്. 28-ൻ്റെ അന്ന്, നമ്മുടെ കഴിഞ്ഞ മാസം 28-ൻ്റെ അന്ന് പിറ കാണേണ്ടതായിരുന്നു, പിറ്റേ ദിവസം കണ്ടപ്പോൾ കുറച്ച് പൊങ്ങിയാണ്, ഹൈറ്റിലാണ് കണ്ടത് എന്നുള്ളൊരു ബേജാറിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു ബേജാറും വേണ്ട, കൃത്യമാണ്.
ഒരു പാളിച്ച നമുക്ക് സംഭവിച്ചിട്ടില്ല. അത് ചുമ്മാ അങ്ങനെ പറഞ്ഞങ്ങനെ ആ ഒരു ഫിത്തിന അങ്ങനെ പടരുകയാണ്. നമ്മൾ ഒരിക്കലും പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിൽ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല എന്നും സാന്ദർഭികമായി പറയാം. അപ്പോൾ ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാവിന് കൊടുത്തിരിക്കുന്ന പോരിശ ലൈലത്തുൽ ഖദറിന്റെ പോരിശയാണ്. അത് പ്രത്യേക മഹത്വമാണ്. ഇന്നത്തെ രാവിലെ ഒരു അമൽ ചെയ്താൽ 3000 ദിവസം അമൽ ചെയ്ത കൂലി നമുക്ക് കിട്ടാൻ പോകുന്നത്. 3000 ദിവസം അമൽ ചെയ്ത കൂലി ഒറ്റ രാവ് കൊണ്ട് ഇന്ന് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ രാവിന് വളരെ മൂല്യമാണത്, ശ്രദ്ധിക്കണം. ഇന്നത്തെ രാവ് ഹയാത്താക്കുന്നതിൽ വളരെ പുണ്യമാണ്. ഹയാത്താക്കുന്നതിൻ്റെ ഉറങ്ങാതിരിക്കുക, ഇബാദത്തെടുക്കുക, അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് അതിനാ മർത്തബ എന്താ? ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരവും ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക, സഹോദരന്മാരും സഹോദരിമാരും. അപ്പോൾ മിനിമം ഇന്നത്തെ ഹയാത്തിൻ്റെ കൂലി കിട്ടി എന്നാലോചിച്ച് നോക്കി. അപ്പോൾ എത്ര 3000-ഓളം രാവിൻ്റെ അമലിൻ്റെ പോരിശ ഇന്നത്തെ ഒറ്റ രാത്രിക്ക് കിട്ടാൻ പോവുകയാണ്. ഇന്ന് കയറി വരുന്ന തറാവീഹ് ഒരുപാട് മൂല്യമാണ്. ഒരുപക്ഷെ ഇക്കൊല്ലത്തെ റമളാനിൻ്റെ തറാവീഹ് ലാസ്റ്റ് തറാവീഹാകും. കാരണം നാളെ ഞായറാഴ്ച പിറ കണ്ടാൽ വൈകിട്ട് തറാവീഹില്ല, രാത്രി തറാവീഹില്ല. ഇന്ന് തറാവീഹിൻ്റെ ലാസ്റ്റ് നൈറ്റാണ്, ലാസ്റ്റ് രാത്രിയാകാം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തറാവീഹിന് എന്ത് പോരിശെന്നറിയോ? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നത്തെ തറാവീഹ് ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അഅതാഹുല്ലാഹു സവാബ അൽഫ ഹജ്ജത്തിൻ മഖ്ബൂല, മഖ്ബൂലായ ചുമ്മാ ഹജ്ജല്ല, മഖ്ബൂലായ 1000 ഹജ്ജിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ തറാവീഹിന് തരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ്റെ 27 കഴിഞ്ഞതോടെ ഷോപ്പിങ്ങിൻ്റെ തിരക്കിലും വസ്ത്രം വാങ്ങാനുള്ള തിരക്കിലൊക്കെ നമ്മൾ പെട്ടിട്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തറാവിയാണ്. കൂലിയോ മറ്റു തറാവികൾക്കില്ലാത്ത 1000 ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന തറാവിയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മുടങ്ങരുത്. ഇന്നത്തെ രാവ് ഒരുപാട് മൂല്യമുണ്ട്. ഒരിക്കലും അതിൻ്റെ പോരിശ നഷ്ടപ്പെടാൻ പാടില്ല. ഇന്നത്തെ രാവിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു കരച്ചിലും ടെൻഷനും കയറി വരുന്ന രാവാണ്. കാരണം ആകാശഭൂമികളൊക്കെ കരയുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രാവാണ്. മലക്കൾ കംപ്ലീറ്റ് കരയുമെന്ന്. ഇതാക്കാൻ ആഖിറു ലൈലത്തിൻ മിൻ റമളാന, റമളാൻ്റെ ലാസ്റ്റ് രാത്രി കയറി വന്നാൽ ബക്കത്തി സമാവാതു വൽ അർളു വൽ മലായികത്തു, ആകാശവും ഭൂമിയും മലക്കളൊക്കെ കൂട്ടക്കരച്ചിലാണ്. എന്താ കരയാനുള്ള കാരണം? അവർക്കെന്തെങ്കിലും നഷ്ടമായിട്ടാണോ? അല്ല, നമ്മുടെ മിസ്സിങ്ങാണ്. നമുക്ക് നഷ്ടമാകുന്ന മൂല്യങ്ങൾ ഓർത്ത് മുസീബത്തല്ലി ഉമ്മത്തി മുഹമ്മദീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്ത് മുഹമ്മദിയ നമുക്ക് ഏൽക്കേണ്ടി വരുന്നൊരു മുസീബത്ത്. എന്താ മുസീബത്ത്? അയ്യോ മുസീബത്തിൻ ഹിയ റസൂലല്ലാഹ്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മുസീബത്ത് എന്ന്. റഹാബു റമളാൻ സലാം പറഞ്ഞ് പിരിയൽ തന്നെയാണ് മുസീബത്ത്. റമളാൻ പോകൽ തന്നെ മുസീബത്താണ്. ഇതുകൊണ്ട് ദുആ മുസ്തജാബാണ്. അമലിന് 700-ഉം 70,000 ഇരട്ടി കൂലി കിട്ടുന്ന പരിശുദ്ധ മാസമാണ്. നോമ്പുകാരൻ്റെ ചുമ്മാ ഉറക്കിന് പോലും ഇബാദത്തിൻ്റെ കൂലിയാണ്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1000 സുബ്ഹാനല്ലാഹ് പറയുന്ന പവറ. ഈ മൂല്യങ്ങളൊക്കെ തീരാൻ പോവുക. ആ തീരാൻ പോകുന്ന അവസാനത്തെ രാവിൽ എല്ലാവരും ഈ ഉമ്മത്തിൻ്റെ നഷ്ടമോർത്ത് കരയും. അപ്പോൾ സ്വഹാബത്ത് പറയുന്നുണ്ട് നമ്മളല്ലേ ഏറ്റവും കൂടുതൽ കരയേണ്ടത്. അപ്പോൾ ഇന്നത്തെ രാവിൽ പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്കിരുന്നിട്ട് ഒരു മുഅ്മിനത്തായ ഉമ്മ അല്ലെങ്കിൽ ഒരു സഹോദരൻ, ഒരു ഉപ്പ പ്രിയപ്പെട്ടവരെ മനസ്സ് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈമാനിൻ്റെ അലാമത്താണ്. ഖൽബിൽ ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. റമളാൻ കബൂലായി എന്നതിൻ്റെ അടയാളമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ബഹുമാനത്തോടെ കൊടുത്ത റമളാനെ ആദരിച്ച ഒരാൾക്ക് അള്ളാഹിൻ്റെ വിരുന്നുകാരൻ മടങ്ങിപ്പോകുമ്പോൾ വല്ലാത്ത വിഷമമുണ്ടാവും. അത് സ്വാഭാവികമാണ്. അവിടെ വേണ്ടപ്പെട്ട ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ ഇത് കേവലം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പിരിഞ്ഞു പോക്ക് പോലെയല്ല. കാരണം നമ്മൾ മരിച്ചതോടെ ഒരു സഹായം ചെയ്യാൻ പറ്റാതെ അവർ വേദനിച്ച് നിൽക്കും. ഇതോ മരണത്തോടുകൂടെ എല്ലാ സഹായവും നാളെ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ കയറ്റാൻ പോലും അധികാരമുള്ള പരിശുദ്ധ റമളാനാണ്. റമളാൻ വിട പറഞ്ഞു പോകുമ്പോൾ വല്ലാത്ത വേദനയുണ്ടാകും വിശ്വാസികൾക്ക്. അള്ളാഹുവേ ഇത് അവസാനത്തെ റമളാൻ ആക്കല്ലേ എന്ന് മുഅ്മിനീങ്ങൾ തേടും എന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇന്നത്തെ രാവിലെ നമ്മൾ തേടേണ്ടതും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ ഇത് റമളാൻ്റെ അവസാനത്തെ, എൻ്റെ ആയുഷ്യ അവസാനത്തെ റമളാൻ ആക്കല്ലേ, ഒരുപാട് റമളാനും ലൈലത്തുൽ ഖദറും എനിക്ക് വേണം എന്ന് തന്നെയാണ് നമ്മൾ തേടേണ്ടത്. അപ്പോൾ വിശ്വാസിയുടെ ഇന്നത്തെ നൊമ്പരം, ഇന്നത്തെ വിഷമം, യാത്രയാക്കുന്നതിൻ്റെ വിഷമം അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഉണ്ടാകണം. 2 കാര്യങ്ങളാണ് ഇന്നത്തെ രാവിലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് തൗബയാണ്. ഒന്ന് തൗബ, ആത്മാർത്ഥമായി 27-ാം രാവിൽ പോലും പൊറുക്കപ്പെടാത്ത പാപങ്ങൾ ഇന്നത്തെ രാവിൽ. കാരണം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാൻ പറ്റും. ഈ ഉമ്മത്തിന് മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. റമളാനിൻ്റെ അവസാനത്തെ രാവോടുകൂടെ എല്ലാവർക്കും നരകമോചനം കൊടുക്കുമെന്ന്. അപ്പോൾ 27-ാം രാവിൽ കൊടുക്കാത്തവർക്കും
റമദാൻ്റെ അവസാനത്തെ രാവ് ഇന്നാകാൻ സാധ്യതയുണ്ട്. ഈ രാവിൽ പ്രിയപ്പെട്ടവരെ ചോദിക്കുന്നവർക്ക് പ്രത്യേകം കൊടുക്കുമെന്ന് ഹദീത്തിൽ കാണാം. അപ്പോൾ ഇന്നത്തെ തൗബക്ക് വളരെ മൂല്യമാണ്. അപ്പോൾ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തൗബ ചെയ്യണം. നിബന്ധനകളൊത്ത തൗബ, ഖുർആൻ പറഞ്ഞിരിക്കുന്ന തൗബ. യഥാർത്ഥത്തിൽ ഈ തൗബയ്ക്കാണ് അള്ളാഹുവിൻ്റെ സ്വീകാര്യതയുള്ളത്. ഏതാ തൗബ? അള്ളാഹുവിനോട് ക്ഷമാപണം നടത്തുക, തെറ്റുകൾ സംഭവിച്ചു എന്ന് പറയും. അതായത് മനസ്സ് വേദനിച്ചുകൊണ്ട് ഒരു വട്ടം പറഞ്ഞാൽ മതി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒറ്റ വട്ടം പറഞ്ഞാൽ മതി. അത് വൻപാപങ്ങളെ വരെ കഴിച്ചു കളയുന്ന തൗബയാകും. എന്താ വേണ്ടതെന്നറിയോ? ആ വാക്ക് പറയുമ്പോൾ, അള്ളാഹുവേ, ഞാൻ ചെയ്തു പോയ തെറ്റിൽ എനിക്ക് വല്ലാത്ത വേദനയുണ്ട് റബ്ബേ, വല്ലാത്ത പ്രയാസമുണ്ട്, ഞാൻ ഒരുപാട് ചെയ്തു പോയി, ഇനി ഒരിക്കലും ചെയ്യൂല അല്ലാ. അപ്പോൾ തെറ്റിന്ന് പൂർണ്ണമായിട്ട് മാറിയിരുന്നു, ഇനി തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല, വിട്ടുനിന്നു, വല്ലാത്ത വിഷമമുണ്ട്, ഇനി ഒരിക്കലും ചെയ്യൂല റബ്ബേ എന്നൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം പറയുന്നത് ഒറ്റ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന വാക്കുകൊണ്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ആ ഒറ്റ ഇസ്തിഗ്ഫാർ കൊണ്ട് വൻപാപങ്ങൾ കരിഞ്ഞു പോകുന്ന പെർഫെക്റ്റ് തൗബയായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ മനസ്സിൽ കൈവച്ചുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. മനസ്സിൽ ഒന്ന് കണ്ണടച്ചിട്ട് കൽബൊന്ന് തുറന്നിട്ട്, അള്ളാഹുവേ, സംഭവിച്ചു പോയി, ഒരുപാട് അപരാധങ്ങൾ വന്നുപോയി, ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല റബ്ബേ, ഞാൻ തെറ്റ് റിപ്പീറ്റ് ചെയ്യില്ല, ആവർത്തിക്കില്ല റബ്ബേ, എന്നെ നീ സഹായിക്കണം, എനിക്ക് നീ മാപ്പ് നൽകണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ഇസ്തിഗ്ഫാർ നമ്മൾ ഹൃദയം അറിഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ നമ്മുടെ വൻപാപങ്ങൾ വരെ കരിഞ്ഞു പോകും. ഇത്ര പവറാണ്. പക്ഷേ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്, ഒരു വേദന, തൗബത്തു വന്നദമു. ആ വേദനയോട് കൂടെ ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് നമുക്ക് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലാൻ പറ്റണം. ഈ ഇസ്തിഗ്ഫാർ മതി, അത് നമുക്ക് ചൊല്ലാൻ പറ്റണം. എങ്ങനെ? ഈ ഒരു അവസ്ഥ, മാനസിക ഫീലിങ്ങോടുകൂടെ. അത് ഇന്നത്തെ രാത്രി വളരെ മസ്റ്റായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ റമദാൻ നോമ്പ് മുഴുവൻ കബൂലാകണം. നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടല്ലോ, റമദാനിൻ്റെ ഫുൾ നോമ്പ് കബൂലാകണം, നമുക്ക് പാപമോചന മൗഫിറത്ത് ഉറപ്പായിട്ടും കിട്ടണം. ഈ രണ്ട് കാര്യങ്ങളും ഒറ്റ കാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്ന് ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? റമദാനാകുന്ന വിരുന്നുകാരൻ യാത്ര ചോദിക്കാൻ പോകുന്ന അവസാനത്തെ രാവ് അല്ലെങ്കിൽ അവസാനത്തെ പകൽ, ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ നാളത്തെ പകൽ, ഒരു പക്ഷേ പിറ കണ്ടാലോ, അപ്പോൾ നാളത്തെ പകൽ ലാസ്റ്റാവും, ഇന്നത്തെ രാത്രി ലാസ്റ്റാവും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രാത്രി നമ്മൾ ഒഴിഞ്ഞ്, മഹാന്മാർ പറയുന്നുണ്ട്, ഈ പരിശുദ്ധമായ റമദാന് സലാം പറഞ്ഞ് യാത്രയാക്കുക. ഇപ്പോൾ ഖുതുബയിലൊക്കെ സലാം സഹോദരന്മാർക്ക് അറിയാം, ഉസ്താദുമാർ ഇന്നലത്തെ വെള്ളിയാഴ്ചയിൽ സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാർ പലപ്പോഴും ആ സലാം പറയലുമായി കേട്ടിട്ടുണ്ടാവില്ല, ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല. സലാം ഉസ്താദ് പറഞ്ഞെങ്കിലും നമ്മൾ പലപ്പോഴും സലാം പറഞ്ഞിട്ടില്ല, സഹോദരന്മാരും പറഞ്ഞിട്ടില്ല, സലാം പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. പോരാ, ഉസ്താദിന് മാത്രമല്ല റമദാൻ, നമുക്കൊക്കെ റമദാൻ വിരുന്നുകാരൻ വന്നതാണ്. ആ വിരുന്നുകാരൻ പോകാൻ പോവാൻ, അള്ളാൻ്റെ അടുത്തേക്ക് പോകാൻ പോവാൻ. അപ്പോൾ നമ്മൾ സ്വീകരിച്ചത് ബഹുമാനത്തോടെ, യാത്രയാക്കുന്നതും ആദരവോടെ. അള്ളാഹുവിനോട് ചെന്ന് പറയണം, പഠിച്ചോനെ, ഞാൻ നിൻ്റെ വിരുന്നുകാരനായി അവരുടെ ഉമ്മത്തിൻ്റെ മുന്നിലേക്ക് ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ എന്നെ വെൽക്കം ചെയ്തു, സ്വാഗതം ചെയ്തു, എന്നെ സ്വീകരിച്ചു, എന്നെ അതിഥിയായി സൽക്കരിച്ചു, വലിയ സന്തോഷമായി. ഞാൻ പോരാൻ നേരത്ത്, ഞാൻ മടങ്ങിപ്പോരുമ്പോഴും അവർ വല്ലാത്ത നൊമ്പരത്തിലും കരച്ചിലുമാണ്. എന്നെ വിടാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് വിട്ടതാണ്, വലിയ ഇഷ്ടം ഉണ്ടായിരുന്നു എന്നോട്. അങ്ങനെ പറയണം. എങ്ങനെ പറയാൻ പാടില്ല? അള്ളാഹുവേ, ഞാൻ കടന്നു ചെന്നപ്പോൾ എന്നെ വലിയ സ്വീകരണമൊക്കെ നൽകി, വലിയ റാഹത്തായി എന്നെ പരിഗണിച്ചു. പിന്നെ കുറച്ച് നോമ്പൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ക്ഷീണമായി, തറാവി നിന്നപ്പോഴേക്കും അവർക്ക് വയ്യാണ്ടായി. അവർ എന്താ പറയുക, എന്നെ തിരിച്ച് യാത്രയാക്കുമ്പോൾ വലിയൊരു പരിഗണന എനിക്ക് തന്നില്ല, എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ വരെ അല്ലെങ്കിൽ ഗേറ്റ് വരെ, വാഹനം വരെ കൂടെ നടക്കൽ പ്രത്യേകം സുന്നത്തല്ലേ? അവരോടുള്ള ആദരവാണ്, അത് കുടുംബക്കാർ ചെയ്യേണ്ടതാണ്. അള്ളാഹുവിൻ്റെ വിരുന്നുകാരൻ പോകുമ്പോൾ ഏറ്റവും ബഹുമാനത്തോടെ യാത്രയാക്കണം. വിഷമുണ്ട്, പക്ഷേ ആദരവോടെ യാത്രയാക്കണം. അപ്പോൾ സലാം പറയാം. നമ്മുടെ ഒരു വിരുന്നുകാരനോട് പറയുന്നതിനേക്കാൾ ഗൗരവത്തിൽ അള്ളാഹിൻ്റെ വിരുന്നുകാരനോട് പറയണം. അപ്പോൾ റമദാനോട് സലാം പറഞ്ഞ് നമ്മളതിനെ യാത്രയാക്കണം. അത് ഇന്നത്തെ രാവിൽ പ്രിയപ്പെട്ടവരെ, ഫി മൗളിഇൻ ഖാലിൻ, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിരുന്നു കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ മുഴുവൻ നന്മകൾക്കും നമ്മൾ സലാം പറയുകയാണ്. അപ്പോൾ പരിശുദ്ധ റമദാന് സലാം പറഞ്ഞ് ഈ ഒരു രീതിയിൽ സലാം പറയേണ്ട രൂപം നമ്മൾ പറയാൻ പോവാണ്. ഈ ഒരു രീതിയിൽ നമ്മളെല്ലാവരും, സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ, ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റിയവരും നോമ്പില്ലാത്തവരും രോഗികളും എല്ലാം റമദാൻ വിരുന്നുകാരൻ്റെ സലാം പറയണം. അശുദ്ധിയുള്ള സഹോദരിമാർക്കൊക്കെ പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സലാം പറയേണ്ടത്.
السلام عليك يا شهر رمضان السلام عليك يا شهر المغفرة والرضوان السلام عليك يا شهر التوبة والندم السلام عليك يا شهر التراويح. ഇതാണ് പരിശുദ്ധമായ സലാം പറച്ചിൽ. അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ, ഏ ഷഹ്റു റമളാനെ ഞാൻ നിങ്ങൾക്ക് സലാം പറയുകയാണ് ഞാൻ. അസ്സലാമു അലൈക, ഞാൻ സലാം പറയുകയാണ്. യാ ഷഹ്റൽ മഗ്ഫിറത്തി വറിദ്വാൻ, അള്ളാഹിൻ്റെ പൊരുത്തവും അള്ളാഹിൻ്റെ മഗ്ഫിറത്തുമായ റമളാൻ സലാം പറയാണ്. അസ്സലാമു അലൈക യാ ഷഹ്റ തൗബത്തി വന്നദം, വേദനയുടെയും ഖേദത്തിൻ്റെയും തൗബയുടെയും മാസമായ റമളാനോട് സലാം പറയുന്നു. അസ്സലാമു അലൈക യാ ഷഹ്റ തറാവീഹ്, തറാവീഹ് നിസ്കാരം, ഒരുപക്ഷെ ഇന്നത്തെ തറാവീഹ് ലാസ്റ്റ് ആകാം, ഞാൻ സലാം പറയുകയാണ്. ഈ ബഹുമാനത്തോടെ യാത്രയാക്കുന്നവർക്ക് പടച്ചോനെ അൽഹംദുലില്ലാഹ്, അള്ളാഹു 2 സൗഭാഗ്യം, പാവങ്ങളൊക്കെയാണ് പുറത്തു കൊടുക്കും, റമളാൻ കബൂലാക്കി കൊടുക്കും. വലിയ സൗഭാഗ്യമാണ്. നമ്മൾ ഓർത്ത് പറയണം, സ്ക്രീൻഷോട്ട് എടുക്കണം, അല്ലെങ്കിൽ എഴുതി വെക്കണം. ഇന്ന് ഒഴിഞ്ഞിരുന്നിട്ട് നമ്മൾ പറയണം, ഒഴിഞ്ഞിരുന്നിട്ട്. ഇതേപോലെ റാഹത്തായിട്ട് പ്രിയപ്പെട്ടവരെ സലാം പറച്ചിൽ നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 2 പ്രതിഫലം നൽകും. 1 പാപങ്ങൾ പൊറുക്കപ്പെടും, 2 റമളാൻ മുഴുവൻ കബൂലാവും. അതിന് പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. ഇത് രണ്ടും ശ്രദ്ധിക്കുക. നാളത്തെ മഗ്‌രിബ് കൂടെ പിറകണ്ടാൽ ശവ്വാലിൻ്റെ ആദ്യ ദിവസം, അതായത് ചെറിയ പെരുന്നാളിൻ്റെ രാവ് കയറി വരും. അപ്പോൾ ആ രാവിലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ നമ്മളൊന്ന് പരിഗണിച്ചു കൊടുക്കണം. ആദ്യ രാവ് കയറി വന്നാൽ, ശവ്വാലിൻ്റെ ആദ്യ രാവ് പെരുന്നാളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഉടൻ തന്നെ പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു മഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്തിം വ ഖൈർ ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി റമളാൻ വജാഅ ബിശഹരി ശവ്വാൽ. നമ്മൾ പറഞ്ഞിരിക്കണം. വല്ലാത്ത പോരിശയാണ് ഇത് പറയുന്നവർക്ക്. നാളെ പിറകണ്ടാൽ ആദ്യം പറയേണ്ട വാക്കാണ്. പിന്നെയോ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. സുന്നത്തായ സൂറത്തുൽ മുൽക്ക് ഞാൻ ഓതാണ് റബ്ബേ എന്നുള്ള നിയ്യത്തിൽ നാളെ സൂറത്തുൽ മുൽക്ക് പിറകണ്ടാൽ ഒന്നാണെന്ന് ബോധ്യപ്പെട്ടാൽ ഓതുന്നവർക്ക് ഇനി അങ്ങോട്ടുള്ള ശവ്വാൽ 30 ദിവസത്തേക്ക് പെരുന്നാളിന് സമാനമാണ്. ഒരുപാട് ഖൈർ കിട്ടും, ഒരുപാട് കാവൽ കിട്ടും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം. പിന്നെ തക്ബീറാണ്. തക്ബീർ പെരുന്നാൾ രാവ് കയറി വരലോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, വഴിയോരങ്ങളിലെല്ലാം തക്ബീറുകൾ നിസ്കാരശേഷം മാത്രം ചൊല്ലുന്ന തക്ബീർ അത് വലിയ പെരുന്നാളിനാണ്. ചെറിയ പെരുന്നാളിനോ നിസ്കാരത്തിന് ശേഷമുണ്ട്, അതല്ലാത്ത ശേഷമുണ്ട്. കോമൺ ആയിട്ട് ചൊല്ലാനുള്ള തക്ബീറാണ്. മറ്റത് കോമൺ ആയിട്ട് ചൊല്ലാനുള്ളതുണ്ട്. വലിയ പെരുന്നാളിന് നിസ്കാരശേഷം സ്പെഷ്യലുണ്ട്. ഇതങ്ങനെയല്ല, ഇത് കോമൺ ആയിട്ട് ചൊല്ലാണ് തക്ബീറാണ്. അപ്പോൾ വിശാലമായിട്ട് എപ്പോഴും അത്തിരി ഉറക്ക തന്നെയാണ്. സഹോദരന്മാരൊക്കെ നല്ല ഉറക്ക ചൊല്ലണം വീട്ടിലായാലും. ഇത് സാധാരണ പള്ളിയിലും എല്ലാക്കെ ചൊല്ലിത്തരും. നമ്മൾ വീട്ടിൽ നിന്നിട്ട് ചുമ്മാ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, പോരാ. നമ്മൾ ചൊല്ലണം തക്ബീർ. നിങ്ങൾ യഥാർത്ഥത്തിൽ പെരുന്നാളിനെ ഭംഗിയാക്കണം. സിയിനു അയ്യാദക്കും ബി തക്ബീർ, തക്ബീർ കൊണ്ട് പെരുന്നാളിനെ മഞ്ചാക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തക്ബീർ ചൊല്ലുമ്പോൾ അവൻ വലിയ ആളാവും അള്ളാഹിൻ്റെ മുന്നിൽ. കാരണം അള്ളാഹു വലിയവൻ എന്ന് പറയുന്ന വാക്കാ തക്ബീർ. അത് ആത്മാർത്ഥമായിട്ട് തന്നെ പെരുന്നാൾ തക്ബീർ നമ്മൾ ചൊല്ലണം, സജീവമായിട്ട് നടക്കണം. നാളത്തെ രാവ് മുതൽ, പിറകണ്ട രാവ് മുതൽ പെരുന്നാൾ നിസ്കരിക്കുന്ന സമയം വരെ ഉള്ളൂ ചെറിയ പെരുന്നാളിന്. വലിയ പെരുന്നാൾ പിന്നെ അയ്യാമത്ത് ശരിക്കും 3 ദിവസം വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. നാളെ പിറ കണ്ടു എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് മുതൽ ഇതുവരെ നമ്മൾ എപ്പോഴാണ് പെരുന്നാൾ നിസ്കരിക്കുന്നത് ആ നേരം വരെ. പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റാത്ത അശുദ്ധിയുടെ പിരിയുള്ള സഹോദരിമാരെങ്കിൽ രോഗിയായി കിടക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ളുഹുർ വരെ സമയമുണ്ട്. അത് ഞാൻ പിന്നെ ഇല്ല, സമയം കഴിഞ്ഞു. അപ്പോൾ തക്ബീർ വേണം. അതേപോലെ തന്നെ പെരുന്നാൾ ആശംസകൾ, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സാലിഹൽ അഅമാൽ, പരസ്പര ആശംസകൾ നേരാ. അല്ലെങ്കിൽ നമ്മളെന്താ ആശംസ നമുക്ക് പറയാനറിയാം, ഈദ് മുബാറക്ക്, അതൊക്കെ മനോഹരമാണ്. അതൊക്കെ പരസ്പരം കൈമാറുക. പറയാൻ പറ്റുന്നവരോട്, ഫോൺ ചെയ്ത് പറയാൻ പറ്റുന്നവരോട് നമുക്ക് അവർക്ക് എഴുതി ആശംസ അയക്കാൻ പറ്റുന്ന മാക്സിമം അതിൽ പങ്കെടുക്കുക. കാരണം അത് സുന്നത്താണ്, വലിയ കൂലി കിട്ടുന്ന അമലാണ്, വലിയ പുണ്യമാണ്. ആ സുന്നത്ത് കരുതിയിട്ട് ചെയ്യണം. സാധാ പെരുന്നാളിന് സാധാ ഒരു നിലപാട് പോലെ അങ്ങോട്ട് വിട്ടു, ഒരു സാധാരണ രീതി പോലെ അത് പോരാ. നീയത്ത് കരുതിയിട്ട് വേണം അതൊക്കെ നമ്മൾ ചെയ്യാൻ. പിന്നെയോ ഫിത്ർ സക്കാത്ത് പിറ കണ്ടാൽ നാളത്തെ മഗ്‌രിബോടെ നിർബന്ധമാവുക, ഫർലായി. അത് കൈകാര്യം ചെയ്യുന്നില്ല. ഏതുവരെയുണ്ട് ഏറ്റവും പുണ്യമാക്കാനുള്ള സമയം ഫിത്ർ സക്കാത്തിൻ്റെ നമ്മൾ സംസാരിക്കാനുണ്ട്. ഫിത്ർ സക്കാത്തിൻ്റെ ഏറ്റവും പോരിശയാക്കപ്പെട്ട ഫറലായിരുന്ന സമയം അവസാനത്തെ നോമ്പ് തുറക്കലോടെയാണ്. അപ്പോൾ നാളത്തെ നോമ്പ് തുറന്ന്
പിറ കണ്ടെന്ന് ബോധ്യപ്പെട്ട അവസാനത്തെ നോമ്പ് തുറന്നല്ലോ, ഉടൻ ശവ്വാൽ 1 രാവോടുകൂടെ നിർബന്ധമായി ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കൊടുക്കൽ ഏറ്റവും അഫ്ളൽ. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നാളത്തെ പകലിൽ കൊടുക്കൽ ഒന്നുകൂടെ പവർ കൂടും. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. പ്രത്യേക കാരണങ്ങളില്ലാതെ വൈകിപ്പിക്കാൻ പാടില്ല, കറാഹത്താണ്. ഏത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്‌രിബ് വരെ നേരണ്ട് പെരുന്നാളിൻ്റെ എന്ന് കരുതിയിട്ട് കാരണങ്ങളില്ലാതെ വൈകിപ്പിക്കൽ കറാഹത്താണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഇനി പെരുന്നാൾ ദിവസവും വിട്ട് വൈകിപ്പിക്കുക അത് ഹറാമാണെന്ന് ഉലമാക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നേരത്തെ കൊടുക്കുന്നവരാണ്, അത് പ്രത്യേകം പരിഗണിച്ചു കൊടുക്കുക. പിന്നെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചവരുടെ ഏറ്റവും വൃത്തിയാവുക, ഭംഗിയാവുക, നീക്കപ്പെടേണ്ട പിന്നെ രോമങ്ങളെയൊക്കെ നീക്കം ചെയ്ത് കളയുക, അങ്ങനെ ഏറ്റവും മൊഞ്ചാകൽ. പെരുന്നാളിൻ്റെ മൊഞ്ചാകലാണ്, ജുമാ പോലെയല്ല. മൊഞ്ചാകലിന് വല്ലാത്ത പ്രാധാന്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇനി നമുക്ക് സംസാരിക്കാനുണ്ട്. പെരുന്നാൾ സുന്നത്തുകൾ പറയാനുണ്ട്. ആ സുന്നത്തുകളൊക്കെ പരിഗണിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇനി പറയേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ റമളാൻ വിട പറഞ്ഞ് റമളാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കി തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട് റമളാനിൻ്റെ നോമ്പുകളൊക്കെ കബൂലായി റാഹത്തായിട്ട് ലാസ്റ്റ് ഇന്നത്തെ ലൈലത്തുൽ ഖദർ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട 29-ാം രാവിൽ നമുക്ക് ഇന്നത്തെ 1000 ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന തറാവീഹ് നിസ്കാരം ചെയ്ത് യഥാർത്ഥത്തിൽ ഒറിജിനൽ നാടകമല്ല ഒറിജിനാലിറ്റി തൗബയും ചെയ്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നത്തെ രാവിൽ കൂടണം, പിരിയണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒറ്റയ്ക്കിരുന്നും കൂട്ടമായിട്ടൊക്കെ തൗബ ചെയ്തും ഈ പറയുന്ന നന്മകളൊക്കെ സ്വീകരിച്ചും അള്ളാഹുവിൻ്റെ വിജയം പ്രാപിക്കാൻ, ഫതഹ് തുറന്നു കിട്ടാൻ അള്ളാഹു സഹായിക്കട്ടെ. വിജയത്തിലാകട്ടെ, സലാമത്തിലാകട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله ألا يا داخل الجنة تبشرنا بما فيها ألا